മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തർക്കം പാടില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. തർക്കം മോശം സന്ദേശം നൽകുമെന്ന് PJ കുര്യൻ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സലിം മാലിക്കാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സലിം മാലിക്, എന്തൊക്കെ ചർച്ചകൾ ഇപ്പോൾ ഈ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ നടക്കുന്നുണ്ട്? സലിം. ഉന്മേഷ്, വിശാലമായ അർത്ഥത്തിൽ വലിയ നിലയിൽ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം പുരോഗമിക്കുകയാണ്. 4.5 മണിക്കൂറായി ആ യോഗം തുടങ്ങിയിട്ട് അത് ഇതുവരെയും അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ഏറെക്കാലത്തിന് ശേഷം ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി എന്ന പ്രത്യേകത കൂടി ഉള്ളത് കൊണ്ട് തന്നെ അത് വിശാലമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ചർച്ചകൾ പലതും ഇപ്പോൾ നടന്നു കഴിഞ്ഞു. അതിൽ PJ കുര്യൻ വലിയൊരു വിമർശനം എന്ന നിലയിൽ തന്നെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കത്തെ ഉന്നയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കം പാടില്ല, അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ PJ കുര്യൻ വിമർശനം എന്നോണം പറഞ്ഞത്. അതിനു മുൻപ് തന്നെ ഈ ചർച്ച ആരംഭിച്ചത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ആദ്യം പറഞ്ഞത് ഒറ്റക്കെട്ടായി നിൽക്കണം, മറ്റൊരു തർക്കവും ഒരു അഭിപ്രായ ഭിന്നതയും പാർട്ടിയിൽ ഉണ്ടാവാൻ പാടില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നിന്ന് വേണം നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തല അഭിപ്രായം പറഞ്ഞത്. ഓരോ നേതാക്കൾക്കും സംസാരിക്കാൻ കൃത്യമായ സമയം നൽകിക്കൊണ്ടാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം പുരോഗമിക്കുന്നത്. പ്രധാന നേതാക്കളാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം KPCC അധ്യക്ഷൻ K സുധാകരൻ എന്നിവരുടെ സംസാരമൊക്കെയാണ് ഇനി നടക്കാനുള്ളത്. അതങ്ങനെ നീണ്ടുപോവുകയുമാണ്. മാത്രമല്ല PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെ ഈ യോഗത്തിൽ ചർച്ചയാവാനാണ് സാധ്യത. അതിൽ ഇതുവരെ നമുക്കങ്ങനെ ചർച്ചയായിരുന്ന വിവരങ്ങളില്ല, പക്ഷേ ഏറ്റവും ഒടുവിലെങ്കിലും ആ വിഷയവും ചർച്ചയാവും. മാത്രമല്ല വലിയ വിമർശനങ്ങൾ ഈ DCC ട്രഷറുടെ, വയനാട്ടിലെ DCC ട്രഷറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടൊക്കെ പാർട്ടി നേരിടുന്നുണ്ടായിരുന്നു. അക്കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിയമസഭയിൽ സ്വീകരിക്കേണ്ട നിലപാട്, പാർട്ടി ഏത് നിലപാട് നിയമസഭയിൽ ഈ നിയമസഭാ കാലയളവിൽ സ്വീകരിക്കണമെന്നത് യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് പല വിഷയങ്ങളും, പ്രധാനപ്പെട്ട പല വിഷയങ്ങളും യോഗവുമായി ബന്ധപ്പെട്ട ചർച്ചയായി വരികയുമാണ്. ഉന്മേഷ്. സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. KPCC രാഷ്ട്രീയകാര്യ സമിതി തുടരുകയാണ്. പല വിഷയങ്ങളിലും ചർച്ചകൾ, അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സലിം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.